കർണാടകയിലെ അങ്കോലയിൽ മലയിടിഞ്ഞ് കാണാതായ മലയാളി ലോറി ഡ്രൈവർ അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിൽ 9ാം ദിവസവും തുടരുകയാണ്. ബൂം മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുള്ള തെരച്ചിൽ തുടങ്ങി. കര നാവികസേനകൾ സംയുക്തമായി ആണ് ഗംഗാവലി പുഴയിൽ തെരച്ചിൽ നടത്തുന്നത്. സുനിൽ ഐസക് വിവരങ്ങളുമായി അങ്കോലയിൽ നിന്ന് ചേരുന്നു. സുനിൽ, 9ാം ദിവസം എന്താണ് പ്രതീക്ഷ? അജിംസ്, പരിശോധന നടക്കുന്ന ഗംഗാവലി പുഴയുടെ കരയിലാണ് നമ്മളുള്ളത്. ബൂം എന്ന് പേരിട്ടിരിക്കുന്ന കൈനീളമുള്ള മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. നമുക്ക് അതിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ട് തന്നെ അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ഈ ദുരന്തം നടന്ന സ്ഥലത്തിന് താഴെയുള്ള ഭാഗത്ത് ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്ന ആ മണ്ണുമാന്തി യന്ത്രമാണ് ഇപ്പോൾ ഒരു പ്രതീക്ഷ പുലർത്തുന്ന, അല്ലെങ്കിൽ ഇത്രയും നാൾ കാത്തിരുന്ന ഒരു മണ്ണുമാന്തി യന്ത്രം എന്ന് പറയുന്നത്. അവിടെ നിരവധി JCBകൾ, 7-8 JCBകളോടെ മണ്ണ് മാറ്റി പരിശോധന നടത്തുന്നുണ്ട്. പക്ഷേ അതിൽ നിന്ന് ഈ മണ്ണുമാന്തി യന്ത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ കൈക്ക് ഏതാണ്ട് 20 മീറ്ററോളം നീളമുണ്ട്. ആ യന്ത്രക്കൈക്ക് അതുപയോഗിച്ച് പുഴയിലേക്ക് ഇറങ്ങിയുള്ള പരിശോധന അതുപയോഗിച്ച് നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അത് പ്രായോഗികമല്ല. ചെയ്യാൻ കഴിയുന്നത് ഈ പുഴയുടെ കര, അതായത് റോഡിന്റെയും പുഴയുടെയും ഇടയ്ക്കുള്ള ഭാഗത്ത് ഇപ്പോൾ ഈ യന്ത്രം മണ്ണിൽ മാറ്റി പരിശോധന നടത്തുന്ന ഒരു ഭാഗമുണ്ടല്ലോ, ആ ഭാഗത്തെ മണ്ണ് നീക്കി പരിശോധിക്കുക എന്നതാണ് ആ യന്ത്രം കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ലോറി അവിടെ നിന്ന് ഏതെങ്കിലും തരത്തിൽ ഈ പുഴയുടെ കരയോട് ചേർന്ന് അടിഞ്ഞു കിടപ്പുണ്ടെങ്കിൽ അത് കൃത്യമായി കണ്ടെത്താൻ കഴിയും. കാരണം മറ്റേതെങ്കിലും തരത്തിൽ അവിടുത്തെ മണ്ണ് മാറ്റി പരിശോധിക്കാൻ കഴിയില്ല. കാരണം സാധാരണ JCB ഉപയോഗിച്ച് അവിടുത്തെ മണ്ണ് മാറ്റാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇത്രയും ബംഗളൂരുവിൽ നിന്ന് ഇത്രയും നീളമുള്ള കൈനീളമുള്ള JCB ഉപയോഗിച്ച് ഇപ്പോൾ ഇവിടെ എത്തിച്ച് പരിശോധന ഇപ്പോൾ നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അതായത് ആ ഭാഗത്ത്, അതായത് പുഴയോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്ത് വലിയ തോതിൽ മണ്ണിങ്ങനെ അടിഞ്ഞു കിടക്കുന്നുണ്ട്. ആ മണ്ണ് അതിന്റെ കൈകൊണ്ട് കോരി മാറ്റി അവിടെ അതിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതുപയോഗിച്ച് പുഴയിലേക്ക് അധിക ദൂരത്തിൽ വന്ന് മണ്ണ് മാന്തി പരിശോധിക്കാൻ കഴിയില്ല. അതല്ലെങ്കിൽ ആ JCB എന്തിലെങ്കിലും കയറ്റി പുഴയിലേക്ക് എത്തിച്ച് അതിൽ സ്റ്റാൻഡ് ചെയ്തൊക്കെ ചെയ്യണം. അതൊന്നും പ്രായോഗികമാണെന്ന് ഞാൻ കരുതുന്നില്ല. സ്വാഭാവികമായി നടക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ്. കാരണം പുഴയിൽ ഇപ്പോഴും അതിശക്തമായ ഒഴുക്കുണ്ട്. പക്ഷെ ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് തെളിഞ്ഞ കാലാവസ്ഥയാണ്. കഴിഞ്ഞ ദിവസങ്ങളിതുപോലെയല്ല. ഇന്നലെ മുതലാണ് പുഴയിൽ പരിശോധന തുടങ്ങുന്നത്. പക്ഷേ ഇന്നലെ പുഴയിലെ പരിശോധന അധികം നടന്നില്ല. കാരണം ഇന്നലെ മോശം കാലാവസ്ഥയായിരുന്നു, കനത്ത മഴയായിരുന്നു, കാറ്റായിരുന്നു. ഇന്ന് പക്ഷേ അങ്ങനെയല്ല. ഇന്ന് തെളിഞ്ഞ കാലാവസ്ഥയാണ്. രാവിലെ മുതൽ ചെറിയ ഒറ്റപ്പെട്ട മഴ പെയ്യുന്നതൊഴിച്ചാൽ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിലും കാണാൻ കഴിയുന്നുണ്ടത്. അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ തന്നെ കര നാവികസേനകളുടെ സംയുക്തമായ പരിശോധന ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോഴും കാണാം നാവികസേനയുടെ ഒരു സംഘം ഒരു ഡോങ്കി ബോട്ടിൽ കയറി ഇതിലെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ. അതായത് JCB ഉണ്ട്, മണ്ണ് മാന്തുന്നതിന് സമീപത്ത് തന്നെ നിൽക്കുന്ന ആ ടീം നാവികസേനയുടെ ടീമാണ്. അവരും ഇതിനൊപ്പം ചേർന്ന് നിർദ്ദേശങ്ങളൊക്കെ നൽകി ആ മണ്ണ് മാറ്റുന്ന സ്ഥലത്ത് നിന്ന് അവരും സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ട്. എന്തെങ്കിലും സംഗതികൾ അതിനടിയിൽ പെട്ടിട്ടുണ്ടോ, കാണാനുണ്ടോ, ലോറിയോ മറ്റോ കണിഞ്ഞു പോയിട്ടുണ്ടോ എന്ന് അത്തരം പരിശോധന അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മറ്റൊരു സംഘം, കരസേനയുടെ മറ്റൊരു സംഘവും അവിടെ പരിശോധന നടത്തുന്നുണ്ട്. അത് മറ്റൊരു ദൃശ്യത്തിലേക്ക് പോയാൽ ഷിജിത്ത്, ആ ദൃശ്യം കൂടി ഒന്ന്. അതായത് മറ്റൊരു ഡോങ്കി ബോട്ടിൽ, യമഹ എഞ്ചിൻ ഘടിപ്പിച്ച ഡോങ്കി ബോട്ടാണ്. ആ ബോട്ടിൽ കരസേനയുടെ മറ്റൊരു സംഘവും ഇവിടെ പരിശോധന നടത്തുന്നുണ്ട്. ഏതാണ്ട് 6-7 ബോട്ടുകളിലായിട്ട് ഇതുവരെ പരിശോധന നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉച്ചഭക്ഷണത്തിന് മറ്റോ അവർ ആയിരിക്കാം ഒരു സംഘം ഇവിടെ നിന്ന് മാറിയിട്ടുണ്ട്. മറ്റു സംഘം ഇവിടെ ആ പുഴയിൽ ഇപ്പോഴും പരിശോധന നടത്തുന്നുണ്ട്. അതായത് കരസേന പ്രധാനമായിട്ടും ചെയ്യുന്നത് ഈ നമ്മുടെ മുന്നിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന മൺകൂന കണ്ടല്ലോ, ആ മൺകൂനയുടെ മുകൾ ഭാഗത്ത് കയറി അതിന് മുകൾ ഭാഗത്തു കൂടി റഡാർ വെച്ച് പരിശോധിക്കുകയാണ്. അതായത് ഇതിനടിയിൽ ഏതെങ്കിലും മെറ്റൽ കണ്ടന്റ് ഉണ്ടോ എന്നുള്ള പരിശോധനയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്നലെ ആ പുഴയിൽ നിന്ന് ഏതാണ്ടൊരു 7 മീറ്ററോളം മാറി ഒരു സിഗ്നൽ ഇന്നലെ ലഭിച്ചിരുന്നു. ആ സിഗ്നൽ അവർ നോട്ട് ചെയ്തിട്ടുണ്ട്, മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ഈ കൈനീളമുള്ള JCB ഉപയോഗിച്ച് പരിശോധന നടത്തും എന്നായിരുന്നു ഇന്നലെ MLA ഒക്കെ പറഞ്ഞത്. പക്ഷേ ആ JCB ഉപയോഗിച്ച് അത്രയും ദൂരത്തിലേക്ക് എത്തിച്ച് പരിശോധന നടത്താൻ കഴിയില്ല. സ്വാഭാവികമായും അതിന് എന്ത് മാർഗമാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിന്റെ മറ്റു പോംവഴികളെക്കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടി കര നാവികസേനകളുടെയും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ഉദ്യോഗസ്ഥർ ഇപ്പോൾ അങ്കോളയിലെ IBയിൽ ഇപ്പോൾ യോഗം ചേരുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിനൊപ്പം നാളെ
കുറെ കൂടി പുതിയ സംവിധാനങ്ങളുള്ള ആധുനിക സംവിധാനങ്ങൾ കൂടി പരിശോധനയ്ക്കായി ഇവിടെ എത്തുന്നുണ്ട്. അതിലൊന്ന് ഈ പാലക്കാടുകാരനായ ആർമിയിലെ മുൻ മേജർ ജനറൽ എം ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം നാളെ ഇവിടേക്ക് എത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. അവർ ഇന്ന് വൈകിട്ട് തന്നെ എത്താനുള്ള സാധ്യതയുണ്ട്. അർജുനെ കണ്ടെത്താൻ അവര് ഇന്റലിജന്റ് ഒബ്ജക്ട് ഡിറ്റക്ഷൻ സിസ്റ്റം ഉപയോഗിച്ചുള്ള ഒരു പരിശോധന നടത്തുമെന്നാണ് അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ പറഞ്ഞത്. കർണാടക സർക്കാർ അദ്ദേഹത്തെ ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടുണ്ട്. നാളെ പുലർച്ചയോടുകൂടി അവരിവിടെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് ഇവര് ഈ GPR ടെക്നോളജി ഉപയോഗിച്ച്, അത് ഏറ്റവും ആധുനികമായ ടെക്നോളജിയാണ്, അത് ഉപയോഗിച്ച് ഭൂമിക്കടിയിലെ വസ്തുക്കൾ എന്താണെന്ന് അവർക്ക് കൃത്യമായി കണ്ടെത്താൻ കഴിയുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനൊപ്പം മറ്റൊരു സംഘം കൂടി നാളെ, കരസേനയുടെ മറ്റൊരു സംഘം കൂടി നാളെ ഇവിടേക്ക് വരുന്നുണ്ട്. അത് ഉത്തർപ്രദേശിൽ ഉള്ള ഒരു സ്വകാര്യ കമ്പനി വികസിപ്പിച്ചെടുത്ത ഒരു സംവിധാനവുമായിട്ടാണ്. അതും ഒരു GPS സംവിധാനമാണ്. പക്ഷേ അത് ഭൂമിയുടെ മുകളിൽ അങ്ങനെ ഭൂമിയോട് ചേർത്ത് നിർത്തി പരിശോധിക്കുന്നതല്ല. അതിനപ്പുറത്തേക്ക് ഈ ഹെലികാം പോലെ ഡ്രോൺ പരിശോധന, അത്തരത്തിൽ ഡ്രോൺ ആണ്. 2 ഡ്രോണുകൾ, ആ 2 ഡ്രോണുകൾ ഈ പുഴയുടെ മുകൾ ഭാഗത്ത് ഇങ്ങനെ പറത്തി പരിശോധിക്കും. അങ്ങനെയാണെങ്കിൽ അതിലേതാണ്ട് 30 മീറ്റർ വരെ ആഴ്ചയിലുള്ള വാഹനങ്ങൾ, അതുപോലെ ഏതെങ്കിലും മനുഷ്യ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കണ്ടെത്താൻ കഴിയുമെന്നാണ് പറയുന്നത്. ഇത് നേരത്തെ സിക്കിമിൽ പരീക്ഷിച്ചതാണ്. സിക്കിമിൽ സൈന്യം ഇതുപയോഗിച്ചാണ് ഈ ഭൂമിക്കടിയിൽ ഉണ്ടായിരുന്ന ഏതാണ്ട് 32ഓളം വാഹനങ്ങൾ, 16ഓളം മൃതശരീരങ്ങളൊക്കെ കണ്ടെത്തിയത്. ആ സംവിധാനം കൂടി നാളെ ഇവിടേക്ക് എത്തുന്നുണ്ട്. അതോടുകൂടി കുറെ കൂടി ശാസ്ത്രീയമായ തലത്തിലേക്ക് പരിശോധന മാറും എന്ന് നാളെ പറയാൻ കഴിയും. പക്ഷെ നാളെ ആകുമ്പോൾ 10 ദിവസമാകും എന്ന് ആലോചിക്കണം. ഇന്ന് 9 ദിവസം പൂർത്തിയാവുകയാണ്. ഇന്ന് വൈകിട്ട് ഏതായാലും ഒരു 6 മണി വരെ പരിശോധന ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം തെളിഞ്ഞ കാലാവസ്ഥയാണ്. സ്വാഭാവികമായും അതിനിടയിൽ എന്തെങ്കിലും കണ്ടെത്താൻ കഴിയുമോ എന്നുള്ള പ്രതീക്ഷ ബാക്കി വെച്ചുകൊണ്ടാണ് ഇപ്പോഴും പരിശോധന. ശരി, സുനിൽ ഐസക്കാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.